ഹായ് ഹലോ നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. സോ പല സിനിമകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നു. പടത്തിൻ്റെ പേര് കാടകം എന്നാണ്. കാടിൻ്റെ അകം എന്നായിരിക്കാം ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാടകം മൊത്തത്തിൽ കാടാണ് കാണിച്ചു തരുന്നത്. പടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ഒരു കാട്ടിൽ എന്തൊക്കെ പരിപാടികളുണ്ട് എന്നുള്ളത് മൊത്തത്തിൽ കാണിച്ചു തരുന്നെങ്കിലും ഒരു കാട്ടിൽ കൂടെ എങ്ങനെ നടക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതൊരു സർവൈവർ ത്രില്ലറായിട്ടുള്ള സിനിമയാണ്. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. അതായത് ഇതൊരു നടന്ന സംഭവമാണെന്ന് പടത്തിൻ്റെ അകത്ത് ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇവരിങ്ങനെ യാത്ര ചെയ്ത് പോയതിനു ശേഷം സംഭവിച്ചിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കാടിനകത്ത് വെച്ച് സംഭവിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തൂടെ, കാടകം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൂടെ സംവിധായകൻ പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. രതീഷ് കൃഷ്ണൻ, നന്ദന, ജോസ് ചാക്കോ, ഗോവിന്ദൻ നമ്പൂതിരി, മനു തെക്കേടത്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. ജെയിൻ ക്രിസ്റ്റഫർ ഡയറക്ഷനും ഒപ്പം തന്നെ സിനിമാറ്റോഗ്രാഫിയും ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ്, ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കാടകം എന്ന സിനിമ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എത്ര കാടുകൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അറിഞ്ഞുകൂടാ. ശരിക്കും കാടിനകത്തൂടെ തന്നെ പോയി തന്നെ ഷൂട്ട് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ആക്ടേഴ്സും ഇതിൻ്റെ അകത്തുള്ള ടെക്നീഷ്യന്മാരും ഇതിനകത്തുള്ള എല്ലാവരും തന്നെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു പടത്തിന്റെ പോസിറ്റീവ് സൈഡായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. പടത്തിന്റെ പക്ഷേ തുടക്കം സമയത്ത് വളരെ ഗംഭീരമായിട്ട് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഥയുടെ ടോട്ടലി ഉള്ള ഒരു ഫ്ലോട്ടില്ലേ, അത് വളരെ ഗംഭീരമായിട്ടുള്ള സംഭവമാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരു സർവൈവൽ ആയിട്ടുള്ള ഒരു ത്രില്ലർ, അവിടെ ചെന്നതിന് ശേഷം തിരിച്ചു വരാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥ, ഈ കാര്യങ്ങളൊക്കെ ടോട്ടലി നമുക്കൊരു ഫ്ലോട്ട് കാണുമ്പോൾ അതൊരു ഗംഭീരമായിട്ടാണ്. ഇത് ഫുള്ള് കാടിനകത്തൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി തോന്നും. അപ്പം ഇങ്ങനൊരു ഫ്ലോട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള എല്ലാവരും തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പുതുമുഖങ്ങളായിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഡയറക്ടർ എന്ത് പറയുന്നോ ആ ഡയറക്ടർ പറയുന്ന അതേ മീറ്ററിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അതോ അതിൽ കൂടുതലാണോ ചെയ്യാനായിട്ടുള്ള ശ്രമിച്ചിട്ടുള്ളത് എന്നെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഡയറക്ടർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേൾക്കുന്ന കറക്റ്റ് ആക്ടേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പടത്തിൻ്റെ ഡയറക്ടറുടെ രീതിയിൽ നമ്മളെ കാണിച്ചു തരാണ്ട് ഈ ഒരു പടം വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിൽ നമ്മളെ പറഞ്ഞു തരാണ്ട് ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുതുമുഖങ്ങളായിട്ടുള്ള അഭിനേതാക്കളായതുകൊണ്ട് തന്നെ ഡയറക്ടർ പറഞ്ഞ രീതിയിൽ ആ മീറ്റർ പോലും മാറ്റമില്ലാത്തത് അങ്ങനെ തന്നെ അഭിനയിച്ച് നമുക്കത് പ്രസൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു സിനിമ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ടാസ്ക്കാണ്. ആ ടാസ്കിനകത്ത് അവർ വിജയിച്ചു. ആ സിനിമ അവിടെ എത്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിന് ഒരു കൈയടി തരികയാണ്. കാരണം അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെ കാണുകയാണ്. പടത്തിനകത്തുള്ള മ്യൂസിക്, ഒരു പാട്ടുണ്ട്. ആ പാട്ട് നല്ല രസമുള്ള പാട്ടാണ് കേട്ടോ. കാടകമേ എന്ന് തുടങ്ങുന്ന അത് ആ ഒരു പശ്ചാത്തലത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഒരു പടത്തിനകത്ത് വന്നിരിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആക്ടേഴ്സൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് തന്നെ. പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ അവരത് മാക്സിമം നന്നാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാടകം എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി പടത്തിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡ് ഉണ്ട്. അത് എനിക്ക് തോന്നിയ നെഗറ്റീവ് സൈഡാണ്. അത് നിങ്ങൾക്ക് ചിലപ്പം പടം കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരിക്കലും ഇത് നെഗറ്റീവ് സൈഡായിട്ട് തോന്നാൻ സാധ്യതയില്ല. ആദ്യം തന്നെ പടത്തിൻ്റെ മ്യൂസിക്കിലേക്ക് പോകാം. പടത്തിൻ്റെ മ്യൂസിക്കിലെ മധുലാൽ ശങ്കർ എന്ന് പറയുന്ന ഒരാളാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. BGM സ്കോർ ഉൾപ്പെടെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കുറ്റമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യം ആ പാട്ട് നല്ല ഗംഭീരമായിട്ടുള്ള പാട്ടായിരുന്നു. പാട്ട് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ BGM ഒക്കെ അദ്ദേഹം മാക്സിമം ഇതിന് വേണ്ടിയിട്ട്, ഈ പടത്തിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എവിടേക്കോ കയ്യിൽ നിന്ന് പോയി ആ ഒരു BGM ഇങ്ങനെ കിടന്ന് അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോലുള്ള കുറച്ച് ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അരോചകമായിട്ടുള്ള നമ്മുടെ ചീവീടിൻ്റെ സൗണ്ട്, കാടാണ് നമുക്കറിയാം. കാടിനകത്ത് അരോചകമാക്കുന്ന കുറേ സമയത്തേക്ക് നമുക്ക് ആണെങ്കിൽ പോലും ഒരു സമയം ഇങ്ങനെ ചീവീടിൻ്റെ സൗണ്ട് കുറച്ച് സമയം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നും. തിയേറ്ററിലാകുമ്പോഴത്തേക്കിന് അത്രയും ബോക്സിൻ്റെ സ്പീക്കറിൻ്റെ ഇതിൽ നമുക്ക് ആ ഒരു ചീവീടിൻ്റെ സൗണ്ട് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് നിന്നിരുന്നു. ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കൊടുക്കേണ്ട ആർട്ടിസ്റ്റുകളേക്കാൾ കൂടുതലായിട്ട് ആ BGM കയറി നിന്ന പോലെ തോന്നി. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും അങ്ങനെ തോന്നി. പക്ഷേ BGMത്തിൻ്റെ, അതായത് ടോട്ടലി സ്കോറിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പടത്തിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് പറയേണ്ടത് അതുതന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം കുറച്ചുകൂടെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചത് നന്നാക്കാമായിരുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ആക്ടിങ് ലെവലിലേക്ക് വരികയാണ്. ആക്ടിങ് ലെവലിൽ എനിക്കൊന്നും പറയാനായിട്ടില്ല. കാരണം ആദ്യമായിട്ട് അഭിനയിക്കുന്ന കുറേ ആളുകൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് പോരായ്മകൾ
ആക്ടിങ് രീതിയിലുണ്ട്. ഒന്ന് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇതൊരു മലയല്ല എന്നുള്ള കാര്യം. ആ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ജസ്റ്റ് ഒരു പാറ മാത്രമാണ്. ആ പാറയിലേക്ക് വലിയൊരു കയറിട്ടിട്ട് ഇവർ കയറുകയാണ്. എല്ലാവരും കയറിപ്പോകുന്നു. നായകൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം മാത്രം കയറി പോകുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് കയറാൻ പറ്റുന്നില്ല. പിന്നെ വെള്ളത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തെ ചവിട്ടി വെള്ളത്തിലേക്ക് ഇടുന്ന സീനുകളൊക്കെ അത് അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത പോലൊരു ഫീല് പല സമയങ്ങളിലും പല ഷോട്ടുകളിലും അങ്ങനെ തോന്നിയിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിനകത്ത് ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിലുള്ള തെറിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തെറി പറയുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അത് ചിലപ്പോൾ ഒരു ചുരുളി എന്ന് പറയുന്ന സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു കഥയിലൊരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു. ആ ഫ്ലോട്ടിനകത്ത് അവിടെ നിന്നുകൊണ്ട് അവർ ആ ഒരു കഥേനെ പറഞ്ഞു തരാനായിട്ടായിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയായിട്ടുള്ള ഡയറക്ടേഴ്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ച് കാണിച്ചു തന്നിരുന്നത്. ഇങ്ങനൊരു ഫ്ലോട്ടാണ്, അങ്ങനെ ഒരു ഫ്ലോട്ടിലാണ് കാണുന്നത്. പക്ഷേ ഇതൊരു കാര്യമില്ലാതെ കുറേ സമയങ്ങളിൽ അങ്ങനെ തെറി വിളിക്കുന്നതായിട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ഫീല് ഭയങ്കരമായിട്ട് നമുക്കുണ്ടായിരുന്നു. ഓൾറെഡി കഥയിൽ ഭയങ്കരമായിട്ട് ഭയങ്കര എഴച്ചിലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പല സമയങ്ങളിലും അത് ഭയങ്കര എഴച്ചിൽ ഇങ്ങനെ കൂടി വരുന്ന പോലൊരു ഫീല് നമുക്ക് പലപ്പോഴും തോന്നി. അതാണ് ആക്ടിങ്ങിനെ ബേസിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫിയിലേക്ക് പോവുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫിയിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം എടുത്തിട്ടുള്ളതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ഒരാൾ തന്നെ ഡയറക്ഷൻ ചെയ്യുക, ഒപ്പം തന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നിസ്സാരപ്പെട്ട കാര്യമല്ല, ഗംഭീര ടാസ്ക്കാണ് ആ ചെയ്തത്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഓവറായിട്ടുള്ള ഷെയ്ക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പടത്തിനകത്ത്. കാരണം ഇതൊരു ചെറിയ സ്ക്രീനിലേക്ക് വരുമ്പോഴത്തേക്കിന് അത് കുഴപ്പമില്ലായിരിക്കാം. പക്ഷേ ഇത് ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ ആ ഷെയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് എടുത്തെറിയുന്നുണ്ടായിരുന്നു. ആ എടുത്തെറിഞ്ഞത് നമുക്കത് അരോചകമായിട്ട് ഫീൽ ചെയ്തു. സോ പാമ്പുകളെയൊക്കെ അതിൻ്റെ അത് VFXിലൂടെ അങ്ങനെയാണ് കാണിച്ചതെന്നാണ് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും VFXിലൂടെ അങ്ങനെ അത്രയും ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഗംഭീര കയ്യടി കൊടുക്കേണ്ടതുണ്ട്. അത് കറക്റ്റ് പാമ്പ് തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരേ ഒരു അട്ടേന് മാത്രമാണ് അത്രയും കാടിനകത്ത്, അതായത് പടത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാടാണ് കാണിക്കുന്നത്. ആ കാടിനകത്ത് രണ്ട് പാമ്പിനെ മാത്രമാണ് ഇവർ കാണുന്നത്. പാമ്പിനെ കാണിച്ചാൽ നമ്മൾ പേടിക്കും എന്നൊരു കൺസെപ്റ്റ് കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ പാമ്പിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ പേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് BGM കൊടുത്ത് ഈ പാമ്പിനെ കൂടെ കാണിച്ച് കഴിയുമ്പോൾ നമ്മൾ പേടിക്കും എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും ഓൾറെഡി അത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ നായകൻ പാമ്പിനെ കണ്ട് നന്നായിട്ട് പേടിക്കുന്നുണ്ട്, പക്ഷേ അത് ഓഡിയൻസ് പേടിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. ചെറിയൊരു ഇലയാണെങ്കിൽ കഴിഞ്ഞാൽ പേടിക്കുന്ന ഒരു നായകൻ ദേഹത്തൂടെ പാമ്പ് കയറിപ്പോയിട്ട് അറിയുന്ന പോലും ഇല്ല എന്ന് പറയുന്നൊരു സീൻ ഗംഭീരം. പിന്നെ ഡ്രോൺ ഷോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റ ഡ്രോൺ ഷോട്ടാണ്. ആ ഒറ്റ ഡ്രോൺ ഷോട്ട് തന്നെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സാധനങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി പടം കണ്ടപ്പോഴത്തേക്കിന്. കാടിൻ്റെ ഉൾവശമാണ് കാണിച്ചു തരുന്നത്. കാടിൻ്റെ ഉൾവശം സാധാരണപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ കാണുമ്പോൾ, ഞാൻ കഥയുടെ അധികം സസ്പെൻസ് കളയുന്നില്ല, ഒരു സംഭവം എടുക്കാനായിട്ട് ഇവർ പോകുന്നൊരു പോക്കാണ്. ആ പോകുന്ന പോക്കിൽ തന്നെ ഒരാൾക്ക് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഹാഫ് ടൈം ആകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്ന ഇദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് നടക്കുന്നതായിട്ടാണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം, എന്നാൽ പിന്നെ ഈ ഒരു നടപ്പ് അവരുടെ കൂടത്തിൽ നടക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു സംശയമായിട്ട് എനിക്ക് തോന്നിപ്പോയിട്ടുള്ളത്. നടക്കത്തില്ലായിരുന്നോ? നടക്കാൻ പറ്റിയേനെ അല്ലേ? പിന്നെ ഇതിൻ്റെ അകത്ത് ചില ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്നത് തീ പിടിച്ചു കഴിഞ്ഞാൽ അന്നത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് മനഃപൂർവ്വം അത് ചെയ്ത പോലൊക്കെയുള്ള ചില ഫീലിങ്ങുകളൊക്കെ എനിക്ക് വന്നു തുടങ്ങി. എനിക്ക് മാത്രം ചിലപ്പോൾ വന്നതായിരിക്കാം. ഹാഫ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നില്ല, അതൊരു വെറൈറ്റി ആയിട്ടാണ് പോകുന്നത്, ഒരാളെ വെച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡയലോഗ്സും റിപ്പീറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളും കാട്ടി നമ്മളെ അങ്ങ് ബോറടിപ്പിക്കുന്നുണ്ട്. അത്രയും കാണിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് പടം കണ്ട രീതിയിൽ എനിക്ക് തോന്നിപ്പോയിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾക്കൊരു പക്ഷേ ഈ ഒരു സിനിമ കാടകം എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കാടിനകം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ പോയി കാണുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്ങും കാര്യങ്ങളും ഇതൊന്നും ആയിരിക്കത്തില്ല. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു സിനിമ ചെയ്യുക, ആ സിനിമ നമുക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുവരിക, ആ തിയേറ്ററിൽ ഓടിക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു ടാസ്ക് അല്ല. ആ ടാസ്ക് ഗംഭീരമാക്കി പൂർത്തിയാക്കി എല്ലാ ടീമിനും ഹാൻഡ്സ് ഓഫ് പറയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ആർജു ജോബി.